Good morning. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? 27 അല്ലെ? 27th ഫോർമുല വരെയും പഠിച്ചില്ലായിരുന്നോ? നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ മോക്ക് ഡ്രിൽ. അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത് അല്ലെ? 27 ഫിനിഷ് ആക്കി അല്ലെ? അതെ. ഓക്കെ. ഇനി അടുത്ത് നോക്കി 28. സിമ്പിൾ ആണ്. നോക്കിയേ 28 എന്താ നോക്കിയേ? പേഷ്യന്റ് ഫോൾ റേറ്റ്. ഫോൾ റേറ്റ് എന്ന് വെച്ചെന്താ? വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം. അതായത് ഇപ്പൊ വല്ല സ്റ്റെയറിലോ അല്ലെങ്കിൽ വല്ല ചെയറിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും തട്ടി ഒരു യാദൃച്ഛികമായി വീഴുന്ന അങ്ങനെ അപകടങ്ങൾ വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള താഴേക്ക് വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം അതാ പറഞ്ഞേക്കുന്നത്. ഫോൾസ് പെർ 1000 patient day. നോക്കിയേ, a fall is defined as loss of upright position. fall എന്ന് വെച്ചാൽ എന്താ പറയാ? വീഴുക. എന്തെന്ന് നഷ്ടപ്പെടുന്നു? ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ. നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന പൊസിഷൻ നഷ്ടപ്പെടുന്നു. അപ്പൊ നേരെ നിൽക്കാൻ പറ്റില്ല. ഇതെന്താ പറയുന്നേ? വീഴുന്ന ഒരവസ്ഥ. അതാണ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. is defined as loss of upright position that result in landing on the floor. അപ്പൊ എന്താ? നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ നഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് എന്താ വരുന്നേ? റിസൾട്ട് ഇൻ ലാൻഡിങ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിലേക്ക്, തറയിലേക്ക് വീഴുന്നു. ഓർ ഗ്രൗണ്ടിലേക്ക്. ഓർ ആൻ ഒബ്ജക്ട്, ഏതെങ്കിലും വസ്തുവിന്റെ മേളിലേക്ക്. ഓർ ഫർണിച്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചേഴ്സ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്കൊക്കെ വീഴുന്നു. ഓർ a sudden uncontrolled uni-intentional non-purposeful downward displacement of the body to the floor, ground or hitting another object like a chair or stair. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന അല്ലെ? ചിലപ്പോ നമ്മൾ നടന്നു പോകുമായിരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഇത് ഒരലക്ഷ്യമായി കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തട്ടി വീഴാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒബ്ജക്ട്സുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തട്ടി ആ ഒരു വീഴുന്ന ഒരവസ്ഥ, അതായത് നമുക്ക് അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതാണ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞേക്കണേ? നമ്മൾ മനഃപൂർവ്വമായിട്ട് വീഴുന്നതാണോ? അല്ല. ഒരു മനഃപൂർവ്വം അല്ലാതെ സഡൻ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ അൺകൺട്രോൾഡ് ആണ്, നമുക്ക് നിയന്ത്രണത്തിലല്ല, അല്ലെങ്കിൽ നമ്മൾ അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, യാദൃച്ഛികമായിട്ട് നമ്മൾ പെട്ടെന്ന് ഉള്ള ഒരു ഇതും കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ? ഇപ്പൊ നമ്മൾ സ്റ്റെയറിലോ അല്ലെങ്കിൽ ചെയറിലോ അങ്ങനെയുള്ള മറ്റുള്ള ഒബ്ജക്റ്റുകളിലൊക്കെ തട്ടി വീഴാം. ഇപ്പൊ നമ്മൾ അതിലിപ്പോ ഓരോ ഇതിലും ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിന്റെ കറക്റ്റ് പൊസിഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇപ്പൊ നമ്മൾ പേഷ്യൻസ് നടക്കുന്ന ആ വഴിയിൽ കൊണ്ടുവന്ന് ഫർണിച്ചറോ സാധനങ്ങളോ ചെയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അവിടെ വെക്കാൻ പാടില്ല അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഒരു റൂൾസ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് വെക്കേണ്ട പൊസിഷനുകളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് വേണം വെക്കാൻ. പേഷ്യൻസിന്റെ സേഫ്റ്റി അവിടെ പ്രധാനമാണ്. അവർക്ക് പെട്ടെന്ന് തട്ടി വീഴുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ആ കോമൺ പാത്തിന്റെ അവിടെ ഒന്നും കൊണ്ടുവന്നൊന്നും വെക്കാനൊന്നും പാടില്ല. അത് പറഞ്ഞേക്കുന്നത്. ഒരു ഇതിന് ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇവന്റ് ദാറ്റ് എൻഡ്സ് ഇൻ എ പേഴ്സൺ കമ്മിങ് ടു റെസ്റ്റ് അൺനോയിങ്ലി ഓൺ ദ ഗ്രൗണ്ട് ഓർ ഫ്ലോർ ഓർ അതർ ലോവർ ലെവൽ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വ്യക്തി അറിയാതെയോ അല്ലെങ്കിൽ നിലത്തോ തറയിലോ ഒക്കെ വിശ്രമിക്കാൻ വരുന്ന ഒരു സമയമാണ്. അതായത് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴുന്ന ഒരു പേഷ്യൻസിന്റെ എണ്ണം. ഇപ്പൊ എന്താ കാരണം കൊണ്ടാ? നമ്മളിപ്പോ പെട്ടെന്ന് നടന്ന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയറിലോ സ്റ്റെയറിലോ അല്ലെങ്കിൽ ഫർണിച്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തട്ടിയൊക്കെ താഴേക്ക് വീഴുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കാണുന്ന ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് പേഷ്യൻസ് ഫോൾ. അപ്പൊ ഹോസ്പിറ്റലില് വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം, അതിന്റെ നമ്പർ
ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ. അപ്പൊ ഒരു പേഷ്യന്റ് ഡേ, ഒരു ഡേയില് അന്ന് അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് എടുക്കുന്നത്. ഇൻറ്റു എന്ത് ചെയ്യുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയേ, ഫോൾ പെർ 1000 പേഷ്യന്റ് ഡേ, 1000 പേഷ്യന്റ് ഡേയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ആദ്യം കണ്ട പേഷ്യന്റ് ഫോൾ റേറ്റ് എന്നുള്ളൊരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോൾസ് പെർ 1000 പേഷ്യന്റ് ഡേ, അതുകൊണ്ടാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഇങ്ങനെ എന്തെങ്കിലും യാദൃച്ഛികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിലത്ത് വീഴുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ്. അതൊരു ഹോസ്പിറ്റലിന്റെ ഒരു മൈനസ് തന്നെയല്ലേ. നമ്മൾ എന്തെങ്കിലും വസ്തുക്കളിലൊക്കെ തട്ടി വരുന്ന പേഷ്യൻസ് ഒക്കെ മുഴുവൻ തട്ടി വീഴുക, അങ്ങനെയൊക്കെ ഇപ്പൊ നിലത്തിൽ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ വീഴുക അല്ലെങ്കിൽ തെന്നി വീഴുക എന്നൊക്കെ പറയണത്. അപ്പൊ അതിന്റെ റേറ്റ് നോക്കും. ഇപ്പൊ ഇവിടെ 1000 പേഷ്യന്റ് ഡേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം നമുക്ക് നോക്കാം. ഇവിടെ 1000 പേഷ്യന്റ് ഡേ ആയതുകൊണ്ട് ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ, വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം, അവിടെ മൊത്തം വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000 ആയതുകൊണ്ടാണ് ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കി, ഇതെല്ലാം സിമ്പിൾ ആണ് ഇനിയുള്ളതൊക്കെ. അപ്പൊ 28ാമത്തെ ഒന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ, 28. അടുത്ത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ നമ്മൾ ജസ്റ്റ് മിസ്സായി പോയ പേഷ്യൻസിന്റെ എണ്ണം. മിസ്സാവാന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നും നമ്മൾ പറയില്ലേ, ഓ ജസ്റ്റ് മിസ്സായി എന്ന് പറയാറില്ലേ, കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. അവിടെ നിന്ന് മിസ്സായി പോയ പേഷ്യൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ്സായി പോയ പേഷ്യൻസിന്റെ എണ്ണം, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്. പ്ലാൻ ചെയ്തതാണോ? നമ്മൾ നേരത്തെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം വരും എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമല്ല, അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ. അൺപ്ലാൻഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി. ഒരു ഇഞ്ചുറിയിൽ കലാശിക്കുന്നില്ല, ഒരു ഇൽനെസ്, ഒരു രോഗത്തിലേക്കോ ഒരു ഡാമേജിലോ ഒന്നും കലാശിക്കാത്ത, അല്ലെങ്കിൽ അതിലേക്കൊന്നും വഴി വെക്കില്ല. അപ്പൊ എന്താ പറഞ്ഞ, നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് മിസ്സായി, അതാ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ വീണ് കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ പറ്റും. അപ്പൊ വീഴുന്നതൊക്കെ ജസ്റ്റ് മിസ്സായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണ പറഞ്ഞേക്കുന്നത്. A near miss is an unplanned event that did not end in injury, illness or damage. ഇതിനൊന്നും കാരണമാകാത്ത കാര്യമാണ്. But had the power to do so. പക്ഷെ എന്താ, അതിന് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? നമുക്ക് അങ്ങനെ ഇഞ്ചുറിയിലേക്കൊന്നും എത്തിയില്ലെങ്കിലും അതിന് അങ്ങനെ സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാനുള്ള ഒരു പവർ ഉണ്ട്, ഒരു ശക്തിയുള്ള കാര്യമാണ്. പക്ഷെ ജസ്റ്റ് എന്തെങ്കിലും യാദൃച്ഛികമായിട്ട് നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ബട്ട് ഹാഡ് ദ പവർ ടു ഡു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും മുറിവ് പറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാനോ ഒക്കെ ഉള്ളൊരു ശക്തിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഇവന്റിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മിസ്സാവുകയാണ് ചെയ്യുന്നത്. ഇറസ് that did not result in patient harm but could have can be classified as a near misses. അതിനാണ് പരിക്കുകൾക്കോ അല്ലെങ്കിൽ അസുഖങ്ങൾക്കോ കേടുപാടുകൾ എന്നിവയിലൊന്നും അവസാനിച്ചിട്ടില്ലെങ്കിലും അതിലേക്ക് എത്തിപ്പെട്ടില്ലെങ്കിലും എന്താ, അതിനുള്ള പവർ ഉള്ള കാര്യമാണ് ഈ നിയർ മിസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്, അൺപ്ലാൻഡ് ഇവന്റ് ആണ്, പ്ലാൻ ചെയ്തതല്ല, നമ്മൾ ആസൂത്രണം ചെയ്യാത്തൊരു കാര്യമാണ്. രോഗിക്ക് അത് ദോഷം വരുത്തുന്നതും എന്നാൽ അത് സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്, പക്ഷെ നമ്മൾ ജസ്റ്റ് മിസ്സായി എന്ന് മാത്രം. ഓക്കെ, അതിന്റെ നോക്കിയേ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, അവിടെ റിപ്പോർട്ട് ചെയ്ത നിയർ മിസ്സുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, അവിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഇൻസിഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അവിടെ ഇൻറ്റു എന്ന് എഴുതിയിട്ടില്ല എന്നുള്ളൂ, ഇൻറ്റു 100 തന്നെയാണ് കേട്ടോ.
രോഗിക്ക് അത് പേഷ്യൻസിന് അത് ദോഷം വരാൻ ചാൻസ് ഉണ്ട്. വരുന്നില്ല, ഒരു ഇഞ്ചുറി ഒന്നും സംഭവിക്കുന്നില്ല. രോഗിക്ക് ഒരു ദോഷം വരാൻ ചാൻസ് ഉള്ളതും എന്നാൽ അത് അങ്ങനെ സംഭവിക്കാത്തതുമായിട്ടുള്ള ഒരു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നിയർ മിസ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻടു 100. ഓക്കെ, ഇനി അടുത്തത് ഇനി അടുത്തത് 30 നോക്കിയേ. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിലും കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ള അങ്ങനെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ. ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഈ നീഡിലും കൊണ്ട് ഉണ്ടാകുന്ന മുറിവ്, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന മുറിവ്, അതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഓക്കെ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫറേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് സുഷിരം, ഹോൾ എന്നാണ് കേട്ടോ അതിന് മീനിങ്. പെർഫറേറ്റിംഗ് സ്റ്റാബ് എന്ന് വെച്ചാൽ കുത്തണേല് എന്തെങ്കിലും നമ്മളെ വൂണ്ട് ഫ്രം എ നീഡില്, ഒരു നീഡിൽ വെച്ചിട്ട് വൂണ്ടിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്, അല്ലെങ്കിൽ ഒരു സുഷിരങ്ങളിൽ കൂടെ സംഭവിക്കുന്ന ഒരു ഒരു ഇഞ്ചുറി. അങ്ങനെ സൂചി കൊണ്ടുള്ള ഒരു സംഭവിക്കുന്ന ഒരു വൂണ്ട്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫറേറ്റിംഗ് സ്റ്റാബ് വൂണ്ട് ഫ്രം എ നീഡിൽ ആൻഡ് ഓർ അതർ ഷാർപ്പ് ഒബ്ജക്ട്. അല്ലെങ്കിൽ നീഡിൽ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള ഒബ്ജക്ട്സ് അത് കൊണ്ടിട്ട് അതിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറി. That may result in exposure to blood or other body fluid. അതിന്റെ റിസൾട്ട് എന്താ, അതിൽ നിന്ന് ബ്ലഡ് വരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡ്സുകൾ, അതർ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരാം. Needle stick injuries are wound caused by the needle that accidentally punctured the skin. അതെങ്ങനെയാ, നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്, നമ്മുടെ രോഗങ്ങൾക്ക് അത് നമ്മൾ കുത്തിവെക്കുന്നതാണ്. ഇതങ്ങനെയല്ല. Needle stick injury are the wound caused by needle that accidentally puncture in the skin. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ യാദൃച്ഛികമായിട്ട് മുറിവ് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇതാണ്. അതിപ്പോ ബ്ലഡിലേക്കൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബ്ലഡ് അതിൽ നിന്ന് പുറത്ത് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരാനോ ഒക്കെ കാരണമാകുന്ന ഒരു സംഭവമാണ്. അബദ്ധത്തില് നമ്മള് എന്താ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചാല് അങ്ങനെയുള്ള ഒന്നുമല്ല. അബദ്ധത്തില് നമ്മള് സ്കിന്നിൽ എന്തെങ്കിലും കുത്തുമ്പോഴോ അങ്ങനെയൊക്കെ കുത്തുമ്പോഴൊക്കെ നീഡില് മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സുകളൊക്കെ മൂലം ഉണ്ടാകുന്ന ഒരു മുറിവാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. അബദ്ധത്തിന് സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമ്മളൊരു സിസറോ കാര്യങ്ങളൊക്കെ എടുത്തു, എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യണം അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും അബദ്ധത്തില് പറ്റുന്ന ഒരു മുറിവ്, ഇതൊക്കെ വളരെ യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യം കേട്ടോ. എങ്കിലും ഇങ്ങനെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പോലും ലാബ് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ടുള്ള ഇതില് അവരുടെ ആ മാനദണ്ഡങ്ങളിൽ വരുന്നതാണ് ഇത്. അപ്പൊ നമ്മുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ശരിക്കും. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ എന്തെങ്കിലും ഒരു ഈ നമ്മള് ഡ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അബദ്ധത്തില് നമ്മൾ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് നമ്മുടെ മേത്തേക്ക് കൊള്ളുവോ അല്ലെങ്കിൽ നീഡില് മുഖ്യാന്തരം എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പഞ്ചർ സ്കിൻ എന്നാ പറഞ്ഞത്, സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. നോക്കിയ ഫോർമുല നോക്കിയ നമ്പർ ഓഫ് ഇഞ്ചക്ഷൻ, അതാണ് കേട്ടോ. പാരന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈ ഇഞ്ചക്ഷൻ മൂലാണ്. പാരന്റൽ നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷർ
divided by number of inpatient day. Parental exposure എന്ന് പറഞ്ഞ by injection മൂലം സംഭവിക്കുന്നതാണ്. Number of parental exposure divided by number of inpatient day into 1000. Okay, 30. ഇനി അടുത്ത 31 ഒന്ന് നോട്ട് ചെയ്തിടുക. 31. Okay, appropriate handover during shift changes to be done separately for the doctors and the nurses per patient per shift. ഇവിടെ നോക്കിയേ, എന്താണ് നമ്മുടെ ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവരുടെ ഇപ്പൊ പേഷ്യൻസിനെ നോക്കുന്ന ആ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം, അവർക്കുടെ ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നൈറ്റ് എപ്പോഴേ നിൽക്കുന്ന നേഴ്സുകളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നൈറ്റിൽ വരുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, ഡ്യൂട്ടി ഡോക്ടർ അങ്ങനെയുള്ളവർക്കൊക്കെ. അപ്പൊ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അവര് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അവരിലേക്ക് എന്ത് ചെയ്യണം, പാസ് ചെയ്യേണ്ടി വരും, ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. എന്നാണ് appropriate handover during the shift changes. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത്. To be done separately for doctors and nurses. നേഴ്സുമാരാണെങ്കിലും ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത ആ പേഷ്യന്റിനെ നോക്കുന്ന ആ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആ നേഴ്സിനോട് കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അത് റെക്കോർഡിൽ അവർ ഉണ്ടാവും, അവരെന്തൊക്കെ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഉണ്ടാകും. എങ്കിലും എന്താണ്, അവർ ആ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഒക്കെ അവരോട് ഹാൻഡ് ഓവർ ചെയ്യണം. അത് ഏത് സമയത്താ? ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ചസ്. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കി, അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യണം. അതാണ് കറക്റ്റ് റൂള്. അത് എത്ര പേരുകള് അത് എത്ര പെർസെന്റേജ് ഹോസ്പിറ്റല് ഫോളോ ചെയ്യേണ്ടത് ഇതാണ് ഫോർമുല. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി എന്നാട്ടോ. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത ടോട്ടൽ നമ്പർ. അപ്പൊ കുറച്ച് എല്ലാവരും ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിർബന്ധമില്ല, ചിലപ്പോ ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഏതാണോളെ 29th ഫോർമുല ഇൻറ്റു 100 കേട്ടോ. അവിടെ ഇൻറ്റു എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളൂ, ഇൻറ്റു 100 തന്നെയാണ് കേട്ടോ. Okay, 31 total number of handovers done appropriately. Appropriate ആയിട്ട് handover ചെയ്ത total number divided by total number of handover opportunities. Handover ചെയ്യാനുള്ള അവസരങ്ങൾ, അതിന്റെ ടോട്ടൽ നമ്പർ. ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യാൻ അവിടെ അവസരങ്ങൾ ഉണ്ടെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാത്തത് അതിൽ ചിലപ്പോ കുറച്ച് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് അപ്പൊ ഹാൻഡ് ഓവർ ചെയ്ത അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത ആ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്ത അതിന്റെ എണ്ണം ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. 31 അത് അണ്ടർലൈൻ ഒന്ന് ടിക്കറ്റ് വെച്ചു കേട്ടോ. അടുത്തത് 32 അതും നോക്കിക്കോ, ടിക്കറ്റ് വെച്ചേക്കാം. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ലെറ്റേഴ്സില് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു റേറ്റ്, കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ. അപ്പൊ ശരിക്കും മെഡിസിൻസ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ് കറക്റ്റ് റൂള് പറയുന്നത്. നമ്മള് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ അവര് പെട്ടെന്ന് എഴുതുന്നതൊക്കെ ചിലപ്പോ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ശരിക്കും റൂൾ അനുസരിച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതി കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും റൂള് പറയുന്നത്. പക്ഷെ അതിപ്പോ എത്രത്തോളം ഫോളോ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിങ്ങളുടെ ഇതിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ
എന്താ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കിട്ടിയവരുണ്ടോ, അല്ലെങ്കിൽ എഴുതി തന്നവരുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടോ? നോ. ഓക്കെ, യെസ് റെജീന. അതാണ് ശരിക്കും റൂള്. ശരിക്കും ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് തന്നെ എന്നുള്ളതാണ്. ഫോർമുല നോക്കിയാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ അവിടെ മൊത്തം പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത ടോട്ടൽ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ മെഡിസിൻസ് ഹോസ്പിറ്റലില് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തതില് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. മൊത്തം കൊടുത്ത ടോട്ടൽ നമ്പർ പ്രിസ്ക്രിപ്ഷന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. 31, 32 രണ്ടും ഒന്ന് ടിക്ക് ഇട്ട് വെച്ചു. ഓക്കെ, ഇന്നിപ്പോ എടുത്തതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോൾ റേറ്റ് അറിയാലോ. അപ്പൊ പേഷ്യൻസ് വീഴുന്ന ഒരവസ്ഥ, എന്തെങ്കിലും ഒബ്ജക്റ്റിലോ ഫ്ലോറിലോ ചെയറിലോ അവിടെ എവിടെയെങ്കിലൊക്കെ തെന്നിയോ തട്ടിയൊക്കെ വീഴുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അത് രണ്ടാമത്തെ പറഞ്ഞു നിയർ മിസ്സസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറിക്ക് കാരണമാകുന്ന ഒരു സംഭവമായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായിട്ടുള്ള പേഷ്യൻസിന്റെ പെർസെന്റേജ്. ഓക്കെ, അത് ഇഞ്ചുറിക്ക് കാരണമാകുന്നതാണ്, അതിനുള്ള ശക്തിയില്ല ശരിക്കും. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ഇവന്റിൽ നിന്ന് നമ്മൾ ഒരു പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായി പോകുന്നു. അതാണ് നിയർ മിസ്. അൺപ്ലാൻഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ് ബട്ട് ഹാഡ് ദ പവർ ടു. പക്ഷെ അതിനുള്ള ഒരു ശക്തിയുള്ള കാര്യമായിരുന്നു, പക്ഷെ നമ്മൾ അതിൽ മിസ്സായി എന്നുള്ളത്. പിന്നെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയെ പറഞ്ഞത്, ഈ ഇഞ്ചുറി നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എന്താ ആക്സിഡന്റലായിട്ട് നമുക്ക് പെട്ടെന്ന് സൂചിയോ അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പഞ്ചർ, ഇതാണ് ആക്സിഡന്റലി പഞ്ചർ ഇൻ ദ സ്കിൻ. നീഡില് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് വഴിയോ ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെ സംഭവിക്കുന്ന സ്കിന്നിന് ഉണ്ടാകുന്ന മുറിവുകൾ, അതിന്റെയൊക്കെ പെർസെന്റേജ്. പിന്നെ അടുത്തത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് ശരിക്കും ഇത്. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ആ ഒരു പെർസെന്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ അവസരങ്ങൾ ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞത് കംപ്ലൈൻസ് റേറ്റ് ആണ്. അപ്പോ to medication prescription in capital letters. Capital letters എഴുതിയ പ്രിസ്ക്രിപ്ഷൻസിന്റെ എണ്ണം ഡിവൈഡ് ബൈ അവിടെ കൊടുത്ത ടോട്ടൽ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇന്ന് പഠിച്ചതൊക്കെ ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ആദ്യം മുതൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ആ ടിക്ക് ഇടാനുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളാമോ? ചെക്ക് ചെയ്യോ? നിങ്ങൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി നോക്കിയാല് നമ്മളിപ്പോ ഇന്നത്തോടു കൂടി 32 ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ഇതിന്റെ വേറെ പാരഗ്രാഫ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തന്നോന്നുള്ളൂ. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഫോർമുല ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. 1 or 2 മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് നോക്കി വെക്കാൻ ഞാൻ അതുകൊണ്ട് ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നാമത്തെ നോക്കിയ ഫസ്റ്റ് ഫോർമുല കേട്ടോ, the time taken for initial assessment. പിന്നെ അടുത്ത fourth one medication error rate, fourth one. പിന്നെ പറഞ്ഞത് seventh അല്ലേ, percentage of unplanned return to OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാത്ത റിട്ടേണുകളുടെ എണ്ണം. 7th one പറഞ്ഞു. പിന്നെ അടുത്തത് 9 ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ 9. പിന്നെ അടുത്തത് 10 സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. പിന്നെ അടുത്ത പറഞ്ഞത് 14 ആണ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്.
Then 16 surgical site infection rate. പിന്നെ 17 പറഞ്ഞില്ലല്ലോ, 17 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് 16 ആണ്. അത് കഴിഞ്ഞ് 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. പിന്നെ അടുത്തത് 19% ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പിന്നെ അടുത്തത് 21 നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. പിന്നെ 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. പിന്നെ അതില് 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. പിന്നെ അതിനകത്തൊന്നും ഇല്ല, പേജിലില്ല. പിന്നെ ഇന്ന് നമ്മൾ പറഞ്ഞത് 28 പേഷ്യന്റ് ഫോൾ റേറ്റ് നോക്കാം. പിന്നെ അടുത്തത് 31 ആണ് അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ചസ് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. അത് പിന്നെ അടുത്തത് 32 ആണ് കംപ്ലൈൻസ് റേറ്റ് ഓഫ് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ. ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് സിമ്പിൾ ആണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് അതിനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി വേഗം നോക്കി നമ്പർ മാത്രം പറയാം കേട്ടോ. 1 4 6 7 9 10 14 16 17 19 21 23 24 28 31 32. ഓക്കെ, 31 32 ഇത്രയൊക്കെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനുകളൊക്കെയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതിന്റെ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ജോബ് ഡിസ്ക്രിപ്ഷൻ, എങ്കിലും ഒന്ന് വായിച്ച് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഓക്കെ, the quality manager in hospital should support the quality assurance program cell at the hospital. നോക്കിയേ, ക്വാളിറ്റി മാനേജർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകളെയൊക്കെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. The quality manager in hospital should support, അതിനെ പിന്തുണയ്ക്കണം. എന്തിനാ? The quality assurance program cell at the hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക. ആൻഡ് be accountable for, പിന്നെ അത് കൂടാതെ എന്ത് ചെയ്യണം, ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. for designing and establishing quality procedure, standards and specifications in the hospital. ഓക്കെ, അത് കൂടാതെ എന്താ പറഞ്ഞേക്കണേ, അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ. ക്വാളിറ്റി നടപടിക്രമങ്ങള്, പ്രൊസീജിയറുകൾ ഡിസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, രൂപകൽപ്പന ചെയ്യുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ് കേട്ടോ. മിക്കവാറും റെസ്പോൺസിബിലിറ്റിയിലൊക്കെ വരുന്ന ഇതാണ് അക്കൗണ്ടബിൾ, എസ്റ്റാബ്ലിഷ് എന്നുള്ള വേർഡുകളൊക്കെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ്? ആൻഡ് അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാ? ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ. ക്വാളിറ്റി പ്രൊസീജിയർ രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ആൻഡ് അതുകൂടാതെ എന്താ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങളും പിന്നെ സ്പെസിഫിക്കേഷൻസ്, നിർദ്ദേശങ്ങളും ഒക്കെ എന്താ, നിർദ്ദേശങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യാനും
സ്ഥാപിക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിനുണ്ട്. അത് ഒറ്റയിതായിട്ട് പറഞ്ഞു കേട്ടോ. ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റലുകളിലെ സ്റ്റാൻഡേർഡുകൾ, അതിന്റെ നിർദ്ദേശങ്ങൾ, സ്പെസിഫിക്കേഷൻസ്, ക്വാളിറ്റി പ്രൊസീജിയർ സ്ഥാപിക്കുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തം ക്വാളിറ്റി മാനേജറിന് ഉണ്ട്. ഇനി നോക്കിയേ അടുത്ത, he or she must encourage quality improvement in all the process and the procedure of the hospital and shared reports. ഹോസ്പിറ്റലിലെ പ്രൊസീജിയറുകള്, പിന്നെ അതുപോലെ പ്രോസസ്സുകള്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി, ഇതിന്റെയൊക്കെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുന്ന വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുകയും അത് ഷെയർ ചെയ്യുക, റിപ്പോർട്ടുകള് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, എന്താ പ്രോസസ്, ഹോസ്പിറ്റലിലെ പ്രോസസ്സുകള്, അവിടെ നടക്കുന്ന പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോസസ് പ്രൊസീജിയർ ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ്, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ആൻഡ് ഷെയർ റിപ്പോർട്ടുകളൊക്കെ ഷെയർ ചെയ്യുകയും വേണം. ഇനി അടുത്തത് അതിന്റെ ഓരോ പോയിന്റ് ഔട്ട് ആയിട്ട് 13 പോയിന്റ്സ് തന്നിട്ടുണ്ട്. കീ ജോബ് റെസ്പോൺസിബിലിറ്റി, ഇത് ഞാൻ വായിച്ചു ഇതുപോലെ മീനിങ് പറയുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റി എന്താ? ഫസ്റ്റ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. എൻഷുറിങ് ഗുഡ് ക്വാളിറ്റി non-clinical services such as infection prevention, security, diet, etc. Ensuring, ക്വാളിറ്റി മാനേജർ ആണ് നോക്കുക, ഗുഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. എൻഷുറിങ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ്, ഇൻഫെക്ഷൻ പ്രിവെൻഷനില്, സെക്യൂരിറ്റി, ഡയറ്റ്, ഇവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നോൺ ക്ലിനിക്കൽ സർവീസുകള്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ഗുണമേന്മ ഉറപ്പുവരുത്തുക എല്ലാത്തിലും. അടുത്ത നോക്കിയേ, എൻഷുറിങ് ക്ലീൻ സറൗണ്ടിങ്, OPD areas, wards, labor room, operation theatre and patient amenities and outsourced services. Ensure ചെയ്യുക, എന്താ? ഉറപ്പുവരുത്തുക. ഒരു നല്ലൊരു അന്തരീക്ഷം നോക്കെ, എന്തൊക്കെ ഉറപ്പുവരുത്തേണ്ടേ? ക്ലീൻ സറൗണ്ടിങ്സ്, നല്ല ഒരു അന്തരീക്ഷം, ചുറ്റുപാടും ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തണം. OPD ഏരിയകളില്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യന്റ് അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഫെസിലിറ്റി, സൗകര്യങ്ങള്, ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ്, ഇതിനെല്ലാം എന്ത് ചെയ്യുക, നല്ലൊരു അന്തരീക്ഷം ഉറപ്പുവരുത്തണം. എൻഷുർ ചെയ്യണം, ഇതെല്ലാം ഉറപ്പുവരുത്തുക. ഇനി അടുത്ത നോക്കിയേ, പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. നോക്കിയേ, ഒരു പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. എന്നുവെച്ചാൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്താണ്, നമ്മളൊരു പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, അതിനെ എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സൗകര്യത്തിനായ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് എന്താ, ക്വാളിറ്റി ചെക്ക് ലിസ്റ്റില് ഒരു നല്ലൊരു പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, റീച്ച് അറ്റ് ദ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, ആ സൗകര്യങ്ങൾക്കുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചേരുക. ഓരോരുത്തരും ആ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകളും തന്നെ നമ്മൾ ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ സെക്ഷനുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി അത് നോക്കുക, അതിനനുസരിച്ചുള്ള സ്കോറിലേക്ക് എത്തിക്കുക. അടുത്ത് നോക്കിയേ, ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് gap analysis, develop an action plan under the supervision of in charge of the hospital and monitoring complaints. ഹോസ്പിറ്റലിലെ ഇൻചാർജുകളുടെ മേൽനോട്ടത്തില് പ്രവർത്തന പദ്ധതി എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ് അനാലിസിസ്, ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക.
under the supervision of in charge of the hospital and monitoring complaints. ഹോസ്പിറ്റലിലെ ഇൻചാർജുകളുടെ മേൽനോട്ടത്തില് ഒരു പ്രവർത്തന പദ്ധതി അവിടെ നടപ്പിലാക്കുക എന്നുള്ളത്. അടുത്തത് 5ാമത്തെ പോയിന്റ്, ഫെസിലിറ്റേറ്റ് conduct of meeting related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. Conduct of meeting related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അതിനുള്ള സൗകര്യം ഒരുക്കുക. ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ സൗകര്യം ഒരുക്കുക. അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അടുത്ത നോക്കിയ 6ാമത്തെ പോയിന്റ്, ensuring that the hospital meets all regulatory complaints like BMW, waste management, biomedical waste management. അതാണ് ബി എന്ന് പറയുന്നത് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് BMW. അവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ BMW, ബയോമെഡിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ്. Ensuring that the hospital meets all regulatory complaints like biomedical waste. സെക്കൻഡ് മൊഡ്യൂള് ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓർക്കുന്നുണ്ടല്ലോ BMW, ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ആൻഡ് ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ് AERB. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. AERB ഏതാണ്? എക്സ്പാൻഡഡ് ഫോം. ഒന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്ത ആരെങ്കിലും. AERB regulations. Atomic, E means energy regulatory board. Okay, very good. Atomic Energy Regulatory Board. Regulations, radiation license. Okay, biomedical waste, അതുപോലെ Atomic Energy Regulatory Board, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ് തുടങ്ങിയ എല്ലാ നിയന്ത്രണ ക്രമീകരണങ്ങളും നടത്തുക. Ensuring that the hospital meets all regulatory complaints like biomedical waste, blood bank or storage license, then AERB regulations, etc. തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയന്ത്രണ ക്രമീകരണങ്ങളും എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയ 7th one, keep a record of non-functional devices and timeline for its repair along with the AMC for all equipments. Keep a record of non-functional device. എന്തിന്റെ റെക്കോർഡാ കീപ്പ് ചെയ്യാൻ പറഞ്ഞേക്കണേ? Non-functional devices, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ. And a timeline for its repair. And പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെ റെക്കോർഡുകൾ, അതിന്റെ പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിപ്പയറിന് വേണ്ടിയിട്ട് വരുന്ന സമയമുണ്ടല്ലോ. ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വരുന്ന സമയരേഖയും എല്ലാ ഉപകരണങ്ങൾക്കും, എല്ലാ എക്യുപ്മെന്റ്സിനും എങ്ങനെയാ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റിനൊപ്പം സൂക്ഷിക്കുക. AMC അവിടെയും അതിന്റെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. ആനുവൽ annual ANNUAL, annual maintenance MAINTENANCE, annual maintenance contract CONTRACT, annual maintenance contract. Annual maintenance contract for all equipments. എല്ലാ എക്യുപ്മെന്റ്സിന്റെയും എല്ലാ ഉപകരണങ്ങളുടെയും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനൊപ്പം എന്തൊക്കെ ആ പ്രവർത്തന ക്ഷമമല്ലാത്ത നോട്ട് ഫങ്ഷണൽ ഡിവൈസുകളുടെ റെക്കോർഡുകൾ, അതിന്റെ റിപ്പയറിന് വേണ്ടി എടുക്കുന്ന ടൈം ലൈന്, ഇതൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക.
ഈ ആനുവൽ മെയിൻ്റനൻസ് റെക്കോർഡിനൊപ്പം തന്നെ കോൺട്രാക്റ്റിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതും സൂക്ഷിക്കുക. അടുത്ത് നോക്കിയേ, എട്ടാമത്തെ പോയിന്റ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേഴ്സ് അപ്ലിഫ്റ്റ്മെന്റ്. അപ്ലിഫ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, അതിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട്. മോഡലിറ്റീസ് എന്ന് വെച്ചാൽ രീതികൾ. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് രീതികള് ടുവേഴ്സ് അപ്ലിഫ്റ്റ്മെന്റ്. അപ്ലിഫ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾ ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. മോഡറൈസേഷൻ എന്ന് വെച്ചാൽ നവീകരണം, ഹോസ്പിറ്റലിന്റെ നവീകരണം. നോക്കി എന്താ പറഞ്ഞേക്കുന്നത്, അപ്ലിഫ്റ്റ്മെന്റ് ഉന്നമനത്തിന്, പിന്നെ എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ വെഹിക്കിൾസിന്റെയും, എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ഉണ്ടോ, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ്. അപ്പൊ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ, അതായത് അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് പരിപാടികൾ ചെയ്യില്ലോ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ, വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയൊക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികള്, പിന്നെ ഹോസ്പിറ്റലിന്റെ നവീകരണം, 3 കാര്യങ്ങളാണ്. ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നവീകരണം എന്നിവയ്ക്കുള്ള ആസൂത്രണവും അതുപോലെ പ്രവർത്തന പദ്ധതിയും. ആൻഡ് വർക്ക്ഔട്ട് രീതികളും, മോഡലിറ്റീസ് എന്ന് പറഞ്ഞ രീതികള്. പ്ലാനിങ് ആസൂത്രണം ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേഴ്സ് എന്തിനൊക്കെ വേണ്ടിയാ, അപ്ലിഫ്റ്റ്മെന്റ് ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടി, പിന്നെ എക്യുപ്മെന്റ്സിന്റെയും വെഹിക്കിൾസിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് വേണ്ടി, ആൻഡ് ഹോസ്പിറ്റലിന്റെ മോഡറൈസേഷൻ നവീകരണത്തിന് വേണ്ടി ഉള്ള പ്ലാനിങ്ങുകളും അതുപോലെ അതിന്റെ വർക്ക്ഔട്ട് നടപ്പിലാക്കുകയൊക്കെ, ആസൂത്രണം പ്രവർത്തന രീതികളും. ഓക്കെ, 9th പോയിന്റ് നോക്കിയേ, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രേവിയൻസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യന്റ്. എംപ്ലോയീസിനും പേഷ്യൻസിനും വേണ്ടി, രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട്, ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. രോഗികൾക്കും അവിടുത്തെ എംപ്ലോയീസിനും സ്റ്റാഫുകൾക്കും ഒക്കെ, തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പരിഹാര സംവിധാനം, പരാതി പരിഹാര സംവിധാനം, ഇഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം, പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. To institute and effective grievance redressal system both for employees and the patients. പേഷ്യൻസിന് ഉണ്ടാവും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച പരാതികള്, എംപ്ലോയീസിന് ഉണ്ടാവും എന്തെങ്കിലും പരാതികൾ, കാര്യങ്ങള്. അപ്പൊ എംപ്ലോയീസിനും പേഷ്യൻസിനും ഒക്കെ വേണ്ടിയിട്ട് പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ്, ഫലപ്രദമാക്കുകയും ചെയ്യുക. അടുത്ത നോക്കിയ 10th one, strengthen of hospital AMIS KPI and report action taken. അതൊന്ന് എഴുതി വെച്ചോട്ടോ. MIS എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ സിസ്ലി ജോസ് ഇവിടെ അതിന്റെ രണ്ടിന്റെയും എക്സ്പാൻഡഡ് ഫോം ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് KPI പഠിച്ചതാണല്ലേ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ വായിക്കുമ്പോ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ, സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഹോസ്പിറ്റലിലെ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ഇതൊക്കെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ഇതൊക്കെ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. സ്വീകരിച്ച നമ്മള് ആക്ഷൻ ടേക്കുന്നുണ്ട് കേട്ടോ, സ്വീകരിച്ച നടപടികളൊക്കെ ശക്തിപ്പെടുത്തുക. MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, then key performance indicator KPI. പിന്നെ അടുത്ത് നോക്കി 11th one, coordinate in assessing authority. അതോറിറ്റിയെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി, അതോറിറ്റിനെ വിലയിരുത്തുന്നതിൽ ഏകോപിപ്പിക്കുക.
Then 13ാമത്തെ നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ framing and organize the hospital committees. ഈ ഹോസ്പിറ്റൽ ഫ്രെയിമിംഗ് ആണ് കേട്ടോ. ഫ്രെയിം ചെയ്യുക എന്ന് വെച്ചാൽ അതെന്താ, നമ്മൾ രൂപീകരിക്കുക എന്നുള്ളത് കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. 12th പറഞ്ഞില്ല അല്ലെ? ഓക്കെ, പറയാം കേട്ടോ. Responsible for framing and organize the hospital committee. ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക, സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുണ്ട്. എന്തിനാ? ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റലിലെ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. അടുത്ത നോക്കിയ 12ാമത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എംപ്ലോയീസിന്റെ ഗുണനിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഒരു ഗുണനിലവാരത്തിലുള്ള ഒരു എംപ്ലോയീസിന്റെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എൻഷുറിംഗ് ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ, എംപ്ലോയീസിന്റെ വിദ്യാഭ്യാസം ഒക്കെ ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിന്റെ മീനിങ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അത്രയും ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മുടെ ആ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിരുന്നു, എങ്കിലും ഇതില് നമ്മൾ കൂടുതലായിട്ട് ഫോർമുലയാണ്. ഒരു സെക്ഷൻ കഴിഞ്ഞ ഫുൾ ഫോർമുലാസ് ആണ്, 32 എണ്ണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക, അത്രയും മതി. ഇനി അടുത്ത നമ്മള് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഹൗസ് കീപ്പിംഗ്. ഇത് ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വളരെ എന്താ നമ്മൾക്ക് എല്ലാരും അറിയാവുന്ന ഒരു സംഭവമാണ് ഹൗസ് കീപ്പിംഗ്. കേട്ടിട്ടുണ്ടോ ആ ഒരു വേർഡ് ഹൗസ് കീപ്പിംഗ്? എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. കേട്ടിട്ടുണ്ട്. ഐശ്വര്യ കേട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഐശ്വര്യ അപ്പൊ തന്നെ മെസ്സേജ് അടിച്ചു. എന്താണ്? ക്ലീനിങ് ആണ്. ഹോസ്പിറ്റലിന്റെ ശുചീകരണം വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ക്ലീനിങ് ഒക്കെ ഹോസ്പിറ്റലൊക്കെ ഡെയിലി നമ്മള് എന്താ ഒരു അടിക്കലും കഴുകലും തുടക്കലും ഒക്കെ ഇല്ലേ? ആ ഒരു സെക്ഷനാണ് കേട്ടോ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഡയറ്ററി ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഓരോ ഭക്ഷണ ക്രമങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും വരുന്നത്. അതിനകത്ത് വരുന്നതാണ് ഒരെണ്ണം ഹൗസ് കീപ്പിംഗ് സർവീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് തന്നെയാണ്. നമുക്ക് ക്വാളിറ്റി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇൻഫെക്ഷനെ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ്, ശുചീകരണ പ്രവർത്തനം അത്യാവശ്യമാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസ്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു ക്ലീനിങ് പ്രവർത്തനമാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ ഒരു ക്ലീനിങ് പ്രവർത്തനമാണ്. ഓക്കെ, ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്കിംഗ് ഓഫ് ക്ലീനിങ്. അതാണ് വർക്കിംഗ് ഓഫ് ക്ലീനിങ്, അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ശുചീകരണ പ്രവർത്തനത്തെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. ഒന്ന് എഴുതി വെച്ച അവിടെ, വർക്ക് ഓഫ് ക്ലീനിങ്. ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. ശുചീകരണ പ്രവർത്തനമാണ് ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൗസ് കീപ്പിംഗ്, ഹൗസ് കീപ്പിംഗ് സർവീസസ്, ശുചീകരണ പ്രവർത്തനം. Introduction. Just ഒന്ന് നോക്കാം നമുക്ക്. A patient coming for the time to a hospital will welcome a tidy environment as well as an elegant ഗംഭീരമായ elegant feelings. Lesson have
ലെസൺ എന്ന് പറഞ്ഞാൽ ലെസൺസ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, അതാണ് ലെസൺ എന്നുള്ള മീനിങ്. ലെസൺ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ഹാഫ് ഓഫ് ഇറ്റ് മിസറി, മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം. ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ, നമ്മൾ വെൽക്കം ചെയ്യുമ്പോഴോ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലിന്. അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഒരു നല്ലൊരു ടൈഡി എൻവയോൺമെന്റ്, നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലേക്ക് ആയിരിക്കണം നമ്മൾ ചെല്ലേണ്ടത്. നമ്മൾ വെൽക്കം ചെയ്ത് കയറുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു വൃത്തിയുള്ളതായിരിക്കണം, നല്ലൊരു ക്ലീൻ എൻവയോൺമെന്റ് ആയിരിക്കണം. അത് എന്തിനാണ്? നമുക്കൊരു നല്ലൊരു ഫീലിംഗ് കിട്ടാൻ, നമുക്ക് എന്താ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ, നല്ലൊരു ഫീല് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് ഫസ്റ്റ് കയറുന്ന ഒരു നമ്മൾ വെൽക്കം ചെയ്ത് നമ്മൾ കയറുന്ന ഒരു സെക്ഷൻ നല്ല നീറ്റ് ആയിരിക്കണം. അത് നമുക്ക് എന്ത് കുറയ്ക്കുമെന്നാ പറഞ്ഞേക്കുന്നേ? ലെസൺസ് ഹാഫ് ഓഫ് ഇറ്റ് മിസറി. നമ്മുടെ ആ രോഗം അല്ലെങ്കിൽ നമ്മുടെ ആ ദുരിതം അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കുകയും അല്ലെങ്കിൽ അത് പകുതിയാക്കുകയും ആൻഡ് ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അല്ലെ. നമ്മുടെ ചെന്ന് കയറുന്ന ഒരു അന്തരീക്ഷം നല്ലതാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അപ്പൊ നമ്മുടെ പകുതി അസുഖങ്ങളും നമ്മുടെ മാറും. പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ്, നല്ല ഹോസ്പിറ്റലാണ്, എല്ലാം നല്ല നീറ്റാണ്, ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ഇതാണ്, എല്ലാം നല്ല ഇതാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ്, നമുക്ക് നല്ലൊരു കോൺഫിഡൻസും കിട്ടും. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ചെന്ന് ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലേറുമ്പോൾ നമുക്ക് ആ ചെല്ലുമ്പോ തന്നെ അറിയാം ആ വീടിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ. നമ്മൾ ചെല്ലുന്ന കയറുമ്പോൾ നല്ല നീറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ പറയും എന്തെങ്കിലും വൃത്തിയാണ്, എല്ലാ സാധനങ്ങളൊക്കെ നല്ല അടക്കി ഒതുക്കി നല്ല നീറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീട്ടിനെ കുറിച്ച്, ആ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് എല്ലാരും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലെ. നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെയല്ലേ അല്ലെ, നമുക്ക് അവരെ കുറിച്ചൊരു നല്ലൊരു ഇതല്ലേ, എല്ലാം നല്ല നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല സൂക്ഷിച്ച് നന്നാക്കുന്നുണ്ട്, അവരെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതി കിട്ടും. എന്നാൽ നമ്മൾ ചെന്ന് കയറുന്ന ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കാണെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവോ? നമുക്ക് അവിടെ ചെല്ലാൻ തന്നെ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തേക്ക് ചെല്ലാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ നമുക്കൊരു ഒരു നെഗറ്റീവ് ഇതായിരിക്കും. അത് നമ്മൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് ആ അവരെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ്, നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ പകുതി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് കുറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് ഫീല് നമുക്ക് കിട്ടും. അത് അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ വെൽക്കം ചെയ്ത് നമ്മൾ ചെന്ന് കയറുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞത് അതൊരു നല്ലൊരു ടൈഡി എൻവയോൺമെന്റ് ആണ്. നല്ല വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലേക്കാണെങ്കിൽ നമ്മുടെ ഒരു ദുരിതങ്ങൾ നമ്മൾ പകുതിയാക്കുകയും അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുകയും നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. Housekeeping services, otherwise called the environmental service. Underline ചെയ്തിട്ട് sentence. Housekeeping services is also called or otherwise called the environmental services, are very important in providing safe, clean, pleasant, orderly and a functional environment for both the patient and the hospital officials. ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒക്കെ ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലസന്റ് സന്തോഷമുള്ള ഓർഡർലി എന്ന് പറഞ്ഞാൽ ചിട്ടയായ ഒരു ഫങ്ഷണൽ എൻവയോൺമെന്റ് നമുക്ക് പേഷ്യന്റിനും ഹോസ്പിറ്റൽ ഒഫീഷ്യൽസിനും
നമുക്ക് ലഭിക്കുന്നതിന് ഈ ഹൗസ് കീപ്പിംഗ് സർവീസസ് വളരെയധികം അതിലെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവർക്കിടെ ഒരു പങ്കുണ്ട്. ഹോസ്പിറ്റലില് എന്തൊക്കെയാ അവിടെ അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിൽ നമുക്ക് കിട്ടുന്നത്? സേഫ്, ക്ലീൻ, പ്ലസന്റ്, ഓർഡർലി. നമ്മൾ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, പ്ലസന്റ് ആയിട്ടുള്ള, ദെൻ ഓർഡർലി ചിട്ടയായിട്ടുള്ള ഫങ്ഷണൽ എൻവയോൺമെന്റ് പേഷ്യന്റിനും സ്റ്റാഫിനും കിട്ടുന്നു. The three important housekeeping tasks in the hospital consist of the following. ഏതൊക്കെയാണ് 3 ടാസ്കുകൾ നോക്കിയേ. 3 important housekeeping ടാസ്കുകൾ. ഫസ്റ്റ് നോക്കിയേ, ടു ക്ലീൻ ആൻഡ് ക്ലീനിങ് നാട്ടോ അത്. ക്ലീനിങ്, CLEANING. ഒന്ന് കറക്റ്റ് ചെയ്തേ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്ന 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകൾ, ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ ഏതൊക്കെയാന്നുള്ളതാണ്. To clean, cleaning, CLEANING. To cleaning, sanitizing. ബാക്കിത്തെ വെട്ടിക്കളഞ്ഞേ കേട്ടോ. Cleaning. To cleaning, sanitizing high touch surfaces in patient room and restroom. റെസ്ട്രൂമില്, പേഷ്യന്റ് റൂമിലൊക്കെ, അതുപോലെ തന്നെ ഹൈ ടച്ച് സർഫസ്, ഉയർന്ന പ്രതലമുള്ള സ്ഥലങ്ങളില് അതൊക്കെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സാനിറ്റൈസിങ് എൻവയോൺമെന്റ്, അതായത് അതൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക. അത് അങ്ങനെ ഒരു സെക്ഷൻ, അങ്ങനെ ഒരു ടാസ്ക് വരുന്നുണ്ട്. ക്ലീനിങ് ഒക്കെ. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. ക്ലീനിങ്ങും സാനിറ്റൈസിങ്. സാനിറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക എന്നുള്ളത്. സാനിറ്റൈസിങ്, അണുവിമുക്തമാക്കുക. അപ്പൊ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എവിടെയൊക്കെ? ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂം, റെസ്റ്റ് റൂം എന്നിവിടങ്ങളൊക്കെ ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക. അതൊരു സെക്ഷൻ. അടുത്ത് നോക്കി, അടുത്തൊരു ടാസ്ക് എന്താ? ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പേഴ്സ്, ടവൽ, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. ഇതൊക്കെ ഫില്ല് ചെയ്യുക. എംപ്റ്റി ആയിട്ടുള്ള ഇത് പേപ്പർ, ടവൽസ്, സോപ്പുകള്, ഇതൊക്കെ എന്താ തീരണതിനനുസരിച്ചൊക്കെ നമ്മളത് അതൊക്കെ എന്ത് ചെയ്യുക? ഫില്ലപ്പ് ചെയ്യുക. കണ്ടെയ്നർ, ഓഫീസ് സപ്ലൈസ്, ഓഫീസ് സപ്ലൈകള് ഇതൊക്കെ ഫില്ലപ്പ് ചെയ്യുക. സോപ്പ് കണ്ടെയ്നർ ഇതൊക്കെ എന്നിവ ശരിയാക്കാനായിട്ട് അതിലെ കറക്റ്റ് ഓർഡറിൽ വെച്ച് അതൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു സെക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി തന്നെ, അതായത് വേസ്റ്റുകള്, ഹോസ്പിറ്റലിലെ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക. അതൊരു സെക്ഷൻ. അതിന് 3 ടാസ്കുകളാണ് വരുന്നത്. ഫസ്റ്റത്തേല് ക്ലീനിങ്ങും സാനിറ്റൈസിങ് ഒരു ടാസ്ക്. ഹൗസ് കീപ്പിംഗ് സർവീസിൽ വരുന്ന ടാസ്ക് ആണ് കേട്ടോ. 3 important housekeeping tasks in hospital consist of the following. ഫസ്റ്റത്തെ ക്ലീനിങ്, സാനിറ്റൈസിങ്. രണ്ടാമത്തെ നോക്കിയേ, ഫില്ലപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈകൾ എന്നിവയൊക്കെ ശരിയാക്കി നിറയ്ക്കുന്നു എന്നുള്ള മീനിങ്. പിന്നെ അടുത്തത് മൂന്നാമത്തെ, ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർട്ടി. ഹോസ്പിറ്റൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക. അത് പ്രോപ്പർലി എന്നാണ്, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. എന്റെ നോട്ടിലും പ്രോപ്പർട്ടി എന്നാണ്. വേസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വന്ന മാലിന്യ വസ്തു നിർമ്മാർജ്ജനം, മാലിന്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ഇതെന്തെങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പ്രോപ്പർലി ആയിരിക്കും ചിലപ്പോൾ വന്നത്. ഹോസ്പിറ്റലിലെ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നായിരിക്കും. പക്ഷെ ഇവിടെ പ്രിന്റിന്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തായാലും വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, അതും ഒരു സെക്ഷൻ, ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കിൽ വരുന്നതാണ്. ഹോസ്പിറ്റൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇതും കൂടി ഒന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഹൗസ് കീപ്പിംഗ്. 4 പെട്ടെന്ന് പറയാം. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ്? എന്താ? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകുക, അല്ലെ? എല്ലാം നീറ്റായിട്ട് അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയാക്കി നല്ലൊരു ഹൈജീനിക് എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുക. ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകുക. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകുക. രണ്ടാമത്തെ നോക്കിയ, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. ടു മീറ്റ് ദ
ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഹോപ്സ്, ആശകള്, പ്രതീക്ഷകള് അതൊക്കെ മീറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഇപ്പൊ നമ്മുടെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണല്ലോ. ആ ഒരു മീനിങ്ങിലാട്ടോ അത് പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകള് എന്ത് ചെയ്യുക, നിറവേറ്റാൻ. അടുത്ത് നോക്കിയേ, to maintain a high reputation of the hospital. ഹോസ്പിറ്റലിന്റെ ഒരു പ്രശസ്തി നിലനിർത്താൻ. റെപ്യൂട്ടേഷൻ, പ്രശസ്തി. നമ്മൾ പറയില്ല നല്ല നീറ്റ് ഹോസ്പിറ്റലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് അവിടെ, എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ടൈഡി, എല്ലാം നല്ല വൃത്തിയായിട്ടാണ് കാണുന്നത്, ഹോസ്പിറ്റലിൽ അവര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഒരു പ്രശസ്തിയാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഒരു പ്രശസ്തി നിലനിർത്താൻ. To maintain a high reputation of the hospital. ഹോസ്പിറ്റലിന്റെ ഒരു ഉയർന്ന പ്രശസ്തി നിലനിർത്താൻ. ലാസ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. അപ്പൊ എല്ലാം നീറ്റ് ആയിട്ടിരുന്ന വേറൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരില്ല. എപ്പോഴും നല്ല നീറ്റ് ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ നോസോകോപ്പിയൽ ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചില്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് 4ആണ് ഹൗസ് കീപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അതൊന്ന് ടിക്കിട്ട് വെച്ചേ കേട്ടോ. എളുപ്പമല്ല 4 പോയിന്റ്സ്. നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി, ഹൈ റെപ്യൂട്ടേഷൻ, ഉയർന്ന പ്രശസ്തി നിലനിർത്താൻ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഒക്കെ ഹൗസ് കീപ്പിംഗ് അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് അത് 4 പോയിന്റ് കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചേ. ഓക്കെ, താങ്ക് യു. ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ കേട്ടോ. പിന്നെ അതിൽ നമ്മൾ 3 അല്ലേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ 3 ഫോർമുലാസ് ആണ് അതിനകത്ത് നോക്കാൻ പറഞ്ഞത്. അപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേ കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയിട്ട് നോക്കാം.